റേഷ്യോ ടെസ്റ്റ്. ഒരു സീരീസിന്റെ കൺവേർജൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പല ടെസ്റ്റുകളും മെത്തേഡുകളും ഒക്കെ യൂസ് ചെയ്തതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ടെസ്റ്റ് എന്താണെന്നും ആ ടെസ്റ്റ് പ്രകാരം, അതായത് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഒരു സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. ലെറ്റ് സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity ai be a series. Suppose that limit I tending to infinity mod ai by ai minus 1 exist. ഇതിനെ ഞാൻ തൽക്കാലം R എന്ന് വിളിക്കുകയാണ്. ഈ ഒരു നമ്പറിനെ R എന്ന് വിളിക്കുകയാണ്. ഏത് നമ്പറിനെ R എന്ന് വിളിച്ച്? ലിമിറ്റ് I tending to infinity ai by ai minus 1 modulus of that one. അതിനെയാണ് R എന്ന് വിളിച്ചത്. Now first condition പറഞ്ഞത് if R is less than, ഇതിനെ R എന്നാണ് വിളിച്ചത് അല്ലെ. If R less than 1 the series converges, and if R greater than 1 the series diverges, and if R equal to 1 the test is inconclusive. That means we cannot use this test to find the convergence or divergence, whether the series is convergent or divergent. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു ടെസ്റ്റ് ആണ്. ഒരു സീരീസ് തന്നിട്ടുണ്ട് സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity ai. ഇതിന്റെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ടേംസ് എടുത്തു. ഒന്ന് എ ഐയും പിന്നെ അതിന്റെ തൊട്ട് മുന്നേ വന്ന എ ഐ മൈനസ് 1. ഇങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എ ഐ പ്ലസ് 1 എടുക്കാം, ബൈ എ ഐ എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ മോഡുലസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ലിമിറ്റ് ഐ ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ആ വാല്യൂവിനെ ആർ എന്ന് വിളിച്ചു. ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും. ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽസ്. വി കനോട്ട് യൂസ് ദിസ് റേഷ്യോ ടെസ്റ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ. ഒരു സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ആർ ലെസ് ദാൻ 1 ആർ ഗ്രേറ്റർ ദാൻ 1 വന്നാൽ നമുക്ക് പറയാൻ പറ്റും. ആർ ഈക്വൽ ടു 1 വന്നാൽ ഈ ടെസ്റ്റ് പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ടെസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഏതെങ്കിലും ടെസ്റ്റോ വെച്ചിട്ട് സീരീസിന്റെ കൺവേർജൻസ് നോക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ടേം മാത്രം നിങ്ങൾ ആലോചിച്ചേക്കുക. ദ നമ്പർ ആർ. ആർ എന്ന് പറയുന്നത് ലിമിറ്റ് ഐ ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ ബൈ എ ഐ മൈനസ് 1. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് 2 plus 2 raised to 2 by 2 raised to 8 plus 2 raised to 3 by 3 raised to 8 plus 2 raised to 4 by 4 raised to 8 plus etc. That is equal to 2 plus 1 by 64 plus etc. I values expand ചെയ്താൽ ഇത് കിട്ടും. അപ്പൊ ഈ തന്നിരിക്കുന്ന സീരീസിനെ നമ്മൾ ആദ്യം സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity ഫോമിൽ എഴുതാണ്. ഐ റണ്ണിംഗ് ഫ്രം 1 to infinity. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2 square by 2 cube ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് 2 cube by 3 raised to 8 ആണ്. അപ്പൊ എല്ലാത്തിലും ഫസ്റ്റത്തെ ന്യൂമറേറ്റർ വരുന്നത് എന്താ? ഇതിനെ നമുക്ക് 2 by 1 എന്ന് വിളിക്കാം അല്ലെ. 2 by 1 raised to 8 എന്ന് വിളിക്കാം. അപ്പൊ ന്യൂമറേറ്റർ എപ്പോഴും വരുന്നത് 2 raised to i ഫോമിലാണ്. ഓക്കെ, ഐക്ക് 1 കൊടുത്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടി. ഐക്ക് 2 കൊടുത്താൽ 2 square കിട്ടി. ഐക്ക് 3 കൊടുത്താൽ 2 cube കിട്ടി, എക്സെട്ര. അപ്പൊ ന്യൂമറേറ്റർ ഓക്കെയാണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഏത് ഫോമിലാണ് കിടക്കുന്നത്? 1 raised to 8, 2 raised to 8, 3 raised to 8, 4 raised to 8, etc. So this is I raised to 8. അപ്പൊ തന്നിരിക്കുന്ന സീരീസിന്റെ സിഗ്മ നൊട്ടേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity 2 raised to i by I raised to 8 ആണ്. So what is ai here? ai is 2 raised to i divided by I raised to 8. അപ്പൊ നമുക്ക് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാം. That is, we need to find r. r is what? Limit I tending to infinity mod of ai by ai minus 1. അപ്പൊ ai നമുക്കറിയാം. അപ്പൊ ai minus 1 എന്തായിരിക്കും? ഐക്ക് വരാം i minus 1 കൊടുത്താൽ മതി. സോ ദിസ് വിൽ ബി 2 raised to i minus 1 divided by i minus 1 raised to 8. ഇനി ആദ്യം നമുക്ക് ഈ മോഡുലസിനകത്ത് വരുന്ന ടേമിനെ കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ai by ai minus 1 എന്താ വരിക നോക്കാം. സോ ദിസ് വിൽ ബി 2 raised to i by I raised to 8 all divided by 2 raised to I minus 1 by I minus 1 raised to 8. So this can be written as 2 raised to I by I raised to 8 into
I minus 1 raised to 8 by 2 raised to I minus 1. Okay, so this 2 raised to I and 2 raised to I minus 1 get cancelled. ന്യൂമറേറ്ററിൽ എന്ത് മാത്രം വരും? 2 മാത്രം വരും, ശരിയല്ലേ? And this is I minus 1 by I raised to 8. So this is that value. Now back to this one. Therefore R is limit I tending to infinity. Mod of this one നമ്മൾ calculate ചെയ്ത് 2 into I minus 1 by I all raised to 8. അപ്പോൾ ലിമിറ്റ് I tending to infinity ആണ്. അപ്പോൾ 2 നെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. So this is 2 into limit I tending to infinity. ഇതൊക്കെ പോസിറ്റീവ് ടേംസ് ആണ് അല്ലേ, all raised to 8 ആണ്. പിന്നെ I എന്ന് പറയുന്നതൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതൊരിക്കലും എന്താവണില്ല, നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ മോഡുലസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ ദിസ് ഈസ് I minus 1 by I all raised to 8. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് നമുക്ക് കാണാൻ അറിയാം, എന്നാൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ലിമിറ്റ് I tending to infinity, ഇതിനെ നമുക്ക് I പുറത്തേക്ക് എടുക്കാം ന്യൂമറേറ്ററിൽ നിന്ന്. സോ ദിസ് വിൽ ബി I into 1 minus 1 by I, ശരിയല്ലേ, ഡിവൈഡഡ് ബൈ I all raised to 8. So I and I get cancelled, and this is 2 into limit I tending to infinity 1 minus 1 by I raised to 8. So this is like 1 by n. As n tending to infinity, number എവിടേക്ക് പോകും? 0 ലേക്ക് പോകും. So limit I tending to infinity, this 1 by I tends to 0. Therefore the limit will be 2 into എന്താ കിട്ടുക? 1 minus 0. That is 2. So R value is 2. That means R is greater than 1. So the series diverges by ratio test. അല്ലേ, R greater than 1 ആകുമ്പോൾ എന്താ ഉണ്ടായിരുന്ന? The series diverges when R greater than 1. അപ്പൊ ഇത്രയേ ഉള്ളൂ റേഷ്യോ ടെസ്റ്റ്. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സിഗ്മ n റണ്ണിംഗ് ഫ്രം 1 to infinity 1 by n factorial, where n factorial equal to നമുക്കറിയാം n factorial എന്ന് പറഞ്ഞാൽ 1 മുതൽ n വരെയുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് n into n minus 1 എക്സെട്ര 3 into 2 into 1. റിവേഴ്സ് ഓർഡറിൽ എഴുതിയേ ഉള്ളൂ. അപ്പൊ തന്നിരിക്കുന്ന സീരീസിൽ AI എന്ന് പറയുന്നത് 1 by I factorial ആണ്. അപ്പൊ ഇവിടെ എന്നിലാ തന്നിരിക്കണം. അപ്പൊ നമുക്ക് n തന്നെ എടുക്കാം. നമുക്ക് എന്തെടുക്കാം? an എടുക്കാം. an is 1 by n factorial. പേരിലൊന്നും കാര്യമില്ല, കാരണം ആസ് n tending to infinity ആണെങ്കിലും I tending to infinity ആണെങ്കിലും നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ an നമുക്ക് കിട്ടി. ഇനി റേഷ്യോ ടെസ്റ്റ് പ്രകാരം R കാണണം. ആദ്യം R കാണാൻ എന്ത് വേണം? ലിമിറ്റ് I അല്ല, ഇവിടെ n ആണ്. n tending to infinity മോഡ് ഓഫ് an by an minus 1, അതായത് ai by ai minus 1 ഫോം. അപ്പൊ an നമുക്കറിയാം. an അറിയാമെങ്കിൽ ആരെയും അറിയാം? an minus 1 ഇനി അറിയാം. ദാറ്റ് വിൽ ബി 1 by n minus 1 ഫാക്ടോറിയൽ. അപ്പൊ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം. an by an minus 1 എന്താന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് an by an minus 1 will be 1 by n factorial by 1 by n minus 1 factorial. That is n minus 1 factorial by 1. അല്ലേ? So this will be n minus 1 factorial, numerator n minus 1 factorial ആണ്, divided by 1 into n factorial എന്ന് പറഞ്ഞാൽ n factorial. പക്ഷെ n factorial എന്ന് പറയുന്നത് ആരാണ്? n into n minus 1 factorial ആണ്. അതെങ്ങനെ കിട്ടി? കാരണം ഇത്രയും ടേംസിനെ നമുക്ക് എന്ത് വിളിക്കാം? n minus 1 factorial എന്ന് വിളിക്കാം. So this is n into n minus 1 factorial. n factorial എങ്ങനെ എഴുതി? n into n minus 1 factorial എന്ന് എഴുതി. അപ്പൊ n minus 1 factorial n minus 1 factorial ക്യാൻസൽ ആയി. This is 1 by n. ഇനി അങ്ങനെ ആലോചിച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ടേംസും എഴുതിക്കോളൂ. അപ്പോഴും ഇത് തന്നെ ആയിരിക്കും കിട്ടുക. എന്താ കിട്ടുക? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് n minus 1 into n minus 2 into എക്സെട്ര 3 into 2 into 1 divided by denominator എന്ന് പറയുന്നത് n into n minus 1 into n minus 2 into എക്സെട്ര 3 into 2 into 1. അപ്പൊ എല്ലാ ടേംസും ക്യാൻസൽ ആവും. ബാക്കി ആരെന്നെ ഉള്ളൂ? 1 by n. ഓക്കെ. സോ R is limit n tending to infinity mod of an by an minus 1. an by an minus 1 1 by n ആണ്. അതിന്റെ മോഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്.
So as n tending to infinity, this is nothing but 0. That means r value is less than 1. So the given series converges. അപ്പോൾ അത്രയും എളുപ്പമാണ് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ ഐ അല്ല, അവിടെ എ ജെ എന്ന് എടുക്കാം അല്ലെ. എ ജെ എന്താ തന്നിരിക്കുന്നത്? എ ജെ ഈസ് ബി റേസ് ടു ജെ ബൈ ജെ ഫാക്ടോറിയൽ. അപ്പൊ ആർ എന്താണ്? ആർ ഈസ് ലിമിറ്റ് ജെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് ഓഫ് എ ജെ ബൈ എ ജെ മൈനസ് വൺ. അപ്പൊ ആദ്യം നമുക്ക് എ ജെ ബൈ എ ജെ മൈനസ് വൺ എന്താ നോക്കാം. സോ എ ജെ ബൈ എ ജെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു, എ ജെ എന്ന് പറയുന്നത് ബി റേസ് ടു ജെ ബൈ ജെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എ ജെ മൈനസ് വൺ എന്തായിരിക്കും? ബി റേസ് ടു ജെ മൈനസ് വൺ ബൈ ജെ മൈനസ് വൺ ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു ബി റേസ് ടു ജെ ബൈ ജെ ഫാക്ടോറിയൽ ഇൻറ്റു ജെ മൈനസ് വൺ ഫാക്ടോറിയൽ ബൈ ബി റേസ് ടു ജെ മൈനസ് വൺ. സോ ദിസ് വിൽ ഗെറ്റ് ക്യാൻസൽ. ബി റേസ് ടു ജെ ആൻഡ് ബി റേസ് ടു ജെ മൈനസ് വൺ. അപ്പൊ ന്യൂമറേറ്ററിൽ ബി മാത്രം വരും. ആൻഡ് ഡിനോമിനേറ്ററിൽ ജെ ഫാക്ടോറിയലും ജെ മൈനസ് വൺ ഫാക്ടോറിയലും ക്യാൻസൽ ആയിട്ട് ഡിനോമിനേറ്ററിൽ എന്ത് മാത്രം വരും? നേരത്തെ പോലെ 1/n പോലെ 1/j വരും. ദാറ്റ് ഈസ് ജെ വരും. സോ ദിസ് ഈസ് ബി ബൈ ജെ. സോ വാട്ട് ഈസ് ആർ? ആർ വിൽ ബി ലിമിറ്റ് ജെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ദിസ് ഈസ് ബി ബൈ ജെ. അപ്പൊ ബി കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് ബി ഇൻറ്റു ലിമിറ്റ് ജെ ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/j, that is equal to 0. Again r is less than 1, so the given series converges. What is the error made in approximating sigma n running from 1 to infinity 1/n factorial by its fourth partial sum, that is n running from 1 to 4 1/n factorial. അപ്പോൾ നമ്മൾ ഇത് കുറെ സീരീസിൽ ചെയ്തതാണ്. ഒരു തന്നിരിക്കുന്ന സീരീസിന്റെ സമ്മ് കണ്ടുപിടിക്കാണ്ട് അയാളുടെ nth പാർഷ്യൽ സം വെച്ചിട്ട് ആ വാല്യൂ കണ്ടുപിടിച്ച് അതിന്റെ എറർ വിൽ ബി ലെസ് ദാൻ സംതിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നേ കുറെ കേസുകളിൽ ചെയ്തതാണ്. അപ്പൊ ഇവിടെ എറർ വരുന്നത് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഇഫ് മോഡ് ഓഫ് എ എൻ ബൈ എ എൻ മൈനസ് വൺ, അതായത് എ ഐ ബൈ എ ഐ മൈനസ് വൺ തന്നെ ലെസ് ദാൻ ആർ ലെസ് ദാൻ വൺ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ. അതായത് ക്യാപിറ്റൽ എന്നിന് ശേഷം വരുന്ന, അതായത് ഫൈനൈറ്റ് നമ്പറിന് ശേഷം വരുന്ന എല്ലാ എന്നുകൾക്കും മോഡ് എ എൻ ബൈ എ എൻ മൈനസ് വണ്ണിന്റെ വാല്യൂ ലെസ് ദാൻ ആർ ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ വൺ ആണ്. അങ്ങനെയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു, ഇവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോയിട്ടില്ല. ഇൻഫിനിറ്റിയിലേക്ക് പോണ കൺസെപ്റ്റ് തന്നെയാണ്. കാരണം ഒരു നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ എന്നിന് ശേഷം വരുന്ന എന്നുകൾക്കെല്ലാം ഈ വാല്യൂ ലെസ് ദാൻ ആർ ആണെങ്കിൽ the error in approximating the series by its nth partial sum will be always less than or equal to mod a n into r by 1 minus r. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എറർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ബൈ ആർ ഇൻറ്റു 1 മൈനസ് ആർ, വേർ ദിസ് മോഡ് എ എൻ ബൈ എ എൻ മൈനസ് 1 വിൽ ബി ലെസ് ദാൻ ആർ ആഫ്റ്റർ n greater than capital N. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. ഇവിടെ തന്നിരിക്കുന്ന സീരീസ് സിഗ്മ 1/n ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇവിടുത്തെ a n എന്ന് പറയുന്നത് എന്താ? 1/n ഫാക്ടോറിയൽ. നമ്മൾ നേരത്തെ ചെയ്തതാണ് സിഗ്മ n റണ്ണിങ് ഫ്രം 1 to infinity 1/n ഫാക്ടോറിയൽ കൺവേർജസ്. അത് നമ്മൾ കൺവേർജസ് എന്ന് കിട്ടിയതാണ്. എ എൻ ബൈ മോഡ് എ എൻ മൈനസ് വണ്ണിന്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് 1/n. അപ്പൊ ഇനി രണ്ടാമത് ചെയ്യുന്നില്ല. സോ ഹിയർ മോഡ് എ എൻ ബൈ എ എൻ മൈനസ് വൺ ഈസ് ഈക്വൽ ടു 1/n എന്നാണ് കിട്ടിയത്. ഇത് ലെസ് ദാൻ ആർ ആയിരിക്കണം ഫോർ എൻ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. അപ്പൊ ഈ ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്യാപിറ്റൽ എൻ ഗ്രേറ്റർ ദാൻ 4 ആകുമ്പോൾ 1/n ലെസ് ദാൻ ആർ എന്നുള്ള ആർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നിന്ന് നമുക്കത് കിട്ടും. n > 4 എന്ന് പറഞ്ഞാൽ n can be 5, 6, 7 etc.
സോ 1/n വാല്യൂ എന്തായിരിക്കും? n 5, 6, 7 എക്സെട്ര ആണെങ്കിൽ 1/n വാല്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1/5. ശരിയല്ലേ? n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് ഇവിടെ. കാരണം 5 വരാം, 6 വരാം, 7 വരാം എക്സെട്ര. സോ 1/n ഈസ് ലെസ് ദാൻ 1/5. അപ്പൊ ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. എറർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് an into r by 1 minus r. That is മോഡ് an എത്രയാണ്? മോഡ് an എന്ന് പറയുന്നത് 1 by ക്യാപിറ്റൽ n ഫാക്ടോറിയൽ ആണ്. ക്യാപിറ്റൽ n എന്ന് പറയുന്നത് 4 ആണ്. സോ ദിസ് ഈസ് 1 by 4 ഫാക്ടോറിയൽ into r is 1/5 അല്ലേ? r എന്ന് പറയുന്നത് 1/5 എടുക്കാം. into 1/5 divided by 1 minus 1/5. So this will be equal to 1/4 factorial into 1/5 divided by 1 minus 1/5 എന്ന് പറയുമ്പോൾ 5 minus 1, 4/5. So this is 1/4 factorial into 1/5 into 5/4. That is 1/4 factorial into 4. 1/4 factorial എന്ന് പറയുമ്പോൾ 1/24 ആണ്. 4 factorial 24 ആണ്. So this is 1/24 into 1/4. That is 1/96. So this is the error. Error will be less than this number. Okay. ഇങ്ങനെയാണ് റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമ്മൾ ഒരു സീരീസിനെ nth പാർഷ്യൽ സം കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എറർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റേഷ്യോ ടെസ്റ്റിനെ പറ്റി പറയാനുള്ളത്.